ഇപ്പോൾ കൃഷിയുണ്ടോ കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ട് നെൽകൃഷി? ഭയങ്കരമായ കൃഷിയുണ്ട്. കാരണം പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ നെല്ലുകളെല്ലാം 90% അക്യൂർ എടുക്കുന്നതെല്ലാം ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ് എടുത്ത് അരിയാക്കി നല്ല അരി റേഷൻ കടയിൽ കൂടെ കൊടുക്കുകയാണ്. പണ്ട് ചെയ്തിരുന്നത് കേന്ദ്രം തരുന്ന വൈറ്റ് റൈസ് നമ്മൾ സപ്ലൈ ആയിരുന്നു. പിന്നീട് ആണ് അത് കേരള ഗവൺമെൻറ് ആ പൈസ മേടിച്ചുകൊണ്ട് ആ നെല്ലിനെ അക്യൂർ ചെയ്ത് കർഷകർക്ക് നല്ല കാശ് കിട്ടുന്നു. അത് റൈസ് മില്ലുകാർക്ക് കൊടുത്ത് കൂലിക്ക് കുത്തി മേടിച്ച് അത് നല്ല അരി റേഷൻ കടകളിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് കൃഷിയെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. കർഷകർക്ക് നല്ല വില കിട്ടുന്നു, കർഷകർക്ക് പൈസ കിട്ടുന്നു. അപ്പോൾ പാലക്കാട് സൈഡിലൊക്കെ ഉണ്ട് കൃഷി നന്നായി. കാരണം ആ കൃഷി നന്നായി നടക്കുന്നുണ്ട്. ഓരോ വർഷം കൂടുന്തോറും ആ കൃഷി നന്നായി തന്നെ നടക്കും. ആ കൃഷിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല ആരും. അപ്പോൾ നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. പുതിയ തലമുറയും മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചല്ലേ പലരും ഈ IT ഫീൽഡൊക്കെ വേണ്ട IT ഫീൽഡ് ആൾക്കാരൊക്കെ തന്നെ മാറി കൃഷിയിലേക്ക് വരികയല്ലേ. ഗവൺമെൻറ് ഭയങ്കര സപ്പോർട്ട് കൃഷിക്ക് കൊടുക്കുന്നു, വളം കൊടുക്കുന്നു, സബ്സിഡി കൊടുക്കുന്നു, കൃഷി നാശം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നു, ഭയങ്കര അഗ്രസീവ് വിത്തുകൾ കൊടുക്കുന്നു. ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് ചേർന്ന സീഡ് ഫാമാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. വളരെ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി കൃഷിയിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുക. ഇപ്പം വീടുകളിൽ തന്നെ നമുക്ക് പലതരം കൃഷി, വീട്ടിൽ തന്നെ നമുക്കൊരു ഗാർഡൻ, ടെറസ് ഗാർഡൻ ഉണ്ടാക്കുന്ന വലിയ പ്രോത്സാഹനം ഉള്ള ആപ്പ് വെച്ച് ചെയ്യുന്ന. പക്ഷെ നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽസ്, നമ്മുടെ പ്രൊഡക്ഷന് ഇത് അരിയൊക്കെ അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമുക്ക് തൃശ്ശൂർ ഭാഗത്ത്, ആലപ്പുഴ ഭാഗത്ത്, അതേപോലെ പാലക്കാടൊക്കെയാണ് കൃഷിയുള്ളതെങ്കിലും പല വെറൈറ്റി. പക്ഷെ നമുക്ക് കൂടുതലും നമ്മുടെ ബോർഡറായിട്ടുള്ള മൈസൂർ, ലക്കുള്ളി, ഭദ്രാവതി, ഹസൻ എന്നൊക്കെ പറയുന്ന കർണാടകയിലെ ഏരിയയിൽ നമുക്ക് വേണ്ടിയുള്ള കൃഷി ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ നെല്ല് നല്ല കേരളത്തിൻ്റെ അതേ മണ്ണാണ്. അവിടെ കഴിക്കാറില്ല. ആ നെല്ല് ഇവിടെ വരും. നമ്മൾ ആ അരിയെല്ലാം തന്നെ കൂടുതൽ കേരള കഴിക്കുന്നത്. ഇവിടുത്തെ ആവശ്യമുള്ളതിൻ്റെ ഒരു 10-15% നമ്മളിവിടെ റൈസ് മില്ലുള്ളൂ. ബാക്കി 70% വൈറ്റ് റൈസാണ് നമ്മൾ കഴിക്കുന്നത്. ആന്ധ്രയിൽ നിന്ന് വരുന്ന, ആന്ധ്ര, ഗോദാവരി, ഈസ്റ്റ് ഗോദാവരി എന്നൊക്കെ പറയുന്ന കാക്കിനഡ എന്ന സ്ഥലത്തു നിന്ന് വരുന്ന വെള്ള അരിയാണ്. ജയ, സുരേഖ എന്നൊക്കെ പറയുന്ന അരി. ഇപ്പോൾ തൃശ്ശൂർ വിട്ട് അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് ജയ എന്ന് പറഞ്ഞ അരിയായിരിക്കും. ഇപ്പോൾ ഹോട്ടലുകളിൽ പോയാൽ നമുക്ക് സുരേഖ എന്ന് പറഞ്ഞ അരിയായിരിക്കും. ഈ മട്ട എന്ന് പറഞ്ഞ അരിയാണ് മലയാളികളുടെ ഒരു സാധനം. നല്ല അരിയും മട്ടയാണ്. ഇപ്പോൾ ആൾക്കാർ ഭയങ്കര ഡയറ്റ് നോക്കുന്ന കാലഘട്ടമായതുകൊണ്ട് റൈസ്. പക്ഷേ കുറച്ച് തവിടുള്ള അരി കഴിച്ചാൽ അത് കുഴപ്പമില്ല. പണ്ട് ഉരലിൽ കുത്തി അരി കഴിക്കുമ്പോൾ അതിൽ ശരിക്കും റൈസിൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അത് കഴിച്ചാൽ ആർക്കും ഡയബറ്റീസ് ഉണ്ടായിട്ടില്ല, തടി വെച്ചിട്ടില്ല. 3 നേരം റൈസ് കഴിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ കഴിക്കണം. ഇപ്പോൾ നമ്മൾ റൈസെല്ലാം പോളിഷ് ചെയ്തിട്ടാണ് കഴിക്കുക. കുറച്ച് തവിടുള്ള മട്ടേരിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ തിരിച്ച് വൈൽഡ് റൈസ് എന്നും ഇപ്പോൾ ജിമ്മിലുള്ള ആൾക്കാർ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാപ്സ് കഴിക്കുന്നത്, തവിടുള്ള ചോറ് കഴിക്കാനൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. അപ്പോൾ കുറച്ച് നമുക്കിവിടെ ഉണ്ടാക്കുന്ന 10-15% ആണ് നമുക്കിവിടെ ഉണ്ടാക്കാനുള്ളൂ. ബാക്കി നെല്ല് വരുന്നത് കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്. 70% റൈസ് വൈറ്റ് റൈസാണ് ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ ഒരു റൈസ് മില്ല്, ഇത്ര റൈസ് മില്ല് കൊണ്ടൊന്നും കേരളത്തിൽ ആവശ്യമൊന്നും നടക്കുന്നില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം മട്ട കഴിക്കുന്നവർക്കൊക്കെ തന്നെ ആവശ്യത്തിന് അരി ഇവിടെയുണ്ട്. ബാക്കി പുറത്തുനിന്നാണ് വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.